മോർണിംഗ്, ശുഭദിനം, സുപ്രഭാതം. ഡിജീഷാണ്. അപ്പോഴേ രാവിലെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ ജാമ്പക്ക മരത്തിൻ്റെ ചുവട്ടിൽ നിറച്ചും ജാമ്പക്ക വീണ് കിടക്കുകയാണ് കേട്ടോ. ഇത് കുറേ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അതിനുള്ളൊരു ഇഷ്ടം കൊണ്ട് പോയി. എന്നാലും വീടിൻ്റെ അടുത്തുള്ള കുട്ടികളൊക്കെ വന്നിട്ട് ഇഷ്ടം പോലെ പറിച്ചിട്ട് പോകും കേട്ടോ. പിന്നെ നമ്മുടെ പച്ചക്കറിയുടെ അവസ്ഥ ഇപ്പം ഇങ്ങനെയാണെന്നുള്ളത്. കാരണം ബക്രീദിൻ്റെ തിരക്കായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്. അപ്പോൾ നോക്കുന്ന സമയത്തൊക്കെ ഒരുവിധം പുല്ലും കാടുകളും ഒക്കെ പിടിച്ച് അങ്ങനെ കിടക്കുകയാണ്. എന്നാലും ഓരോ ദിവസത്തേക്ക് നമുക്ക് പറിക്കാനുള്ള സാധനങ്ങൾ വെണ്ട, വഴുതന, അതുപോലെ തക്കാളി, ചീര, പിന്നെ പച്ചമുളക്, അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഓരോ ദിവസത്തെ കറിക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പറിക്കാനുണ്ടാവും കേട്ടോ. പിന്നെ ഇതൊക്കെ വെണ്ടയ്ക്ക നമ്മൾ വിത്തിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ്. പിന്നെന്താണ്, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥകൾ. ഓക്കെ, പിന്നെ ഇനി ഇതൊക്കെ റീപ്ലാന്റ് ചെയ്യണം. റീപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഗതി ഉഷാറാവും. രാവിലെ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ നമ്മുടെ രാജുട്ടൻ പറഞ്ഞേ ഇതാ കിടക്കുന്നത് നമ്മുടെ ഒരു പൈനാപ്പിൾ. അപ്പോൾ അവൻ തന്നെ പൊട്ടിച്ച് തന്നു. അപ്പോൾ അങ്ങനെ ഓരോന്ന് നമുക്ക് രാവിലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് എടുക്കാനുണ്ടാവും കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ പച്ചക്കറി കൃഷിയുടെ അവസ്ഥകൾ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോ ദിവസത്തേക്ക് എന്തെങ്കിലുമൊക്കെ പറിക്കാൻ നമുക്കിങ്ങനെ കിട്ടും. പിന്നെ നമ്മുടെ അടുക്കളയിലത്തെ അവശിഷ്ടങ്ങളൊക്കെയാണ് നമ്മളിതിൻ്റെ വളമൊക്കെയായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ 1-2 ഗ്രോ ബാഗിൽ അമരുണ്ട്. തക്കാളിക്ക് ഏകദേശം ഒരു 5-6 മാസത്തെ വളവിന് ശേഷം ഒക്കെ വാർദ്ധക്യത്തിലെത്തിയിട്ടുണ്ട്. എന്നാലും കിട്ടുന്നതൊക്കെ അവർ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കോവയ്ക്ക് അത്യാവശ്യമൊക്കെ നമുക്ക് പറിക്കാൻ എപ്പോഴും ഉണ്ടാവും. പിന്നെ ഇത് നമ്മൾ മുരിങ്ങ ഒരു കമ്പ് വെറുതെ കുത്തി കഴിഞ്ഞാണ്. അപ്പോൾ അതും ഇതേമാതിരി അത്യാവശ്യത്തിന് നമ്മൾ ഇലക്കൊക്കെ എടുക്കും. അതിൽ കായൊന്നും കഴിച്ചു തുടങ്ങിയിട്ടില്ല. കാരണം നന കൂടുതലുള്ള കാരണവും കായ വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് മറ്റ് പച്ചക്കറികളുടെ ഇടയിലായതിനെക്കൊണ്ട് അത് അങ്ങനെ നിൽക്കും. പിന്നെ ചേനയൊക്കെ ചാക്കിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എന്താണ്, പിന്നെ പയർ, പിന്നെ വെണ്ട, അതൊക്കെ വിത്തിന് വേണ്ടി വൃത്തിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇനി അടുത്ത കൃഷിക്കുള്ളതാണ്. അപ്പോൾ രണ്ടാമത് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഭാര്യ നമ്മളൊപ്പം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഓമക്കായ, പപ്പായ, കറമൂസ് എന്നൊക്കെ പറയുന്ന നമ്മുടെ മരമാണ് കേട്ടോ. പിന്നെ ഇത് കുറച്ച് മുളക്, അതുപോലെ വഴുതനയൊക്കെയാണ്. ഇതൊക്കെ പറഞ്ഞ മാതിരി നോട്ടക്കുറവ് കൊണ്ട് കുറേ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ നമുക്കൊന്ന് റീപ്ലാന്റ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാക്കണം കേട്ടോ. നമ്മൾ പഴയ 2 രാജാക്കന്മാരാണ്. അവരൊക്കെ എപ്പോഴും നമ്മൾ ഷെഡിൽ ഇങ്ങനെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഏതായാലും പുറത്തേക്ക് ഇറങ്ങിയല്ലേ എന്ന് വെച്ചിട്ടേ കുറച്ച് മുരിങ്ങേൻ്റെ ഇലയൊക്കെ പറിച്ചു. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും ഒരു മുരിങ്ങ ഉപ്പേരി, മുരിങ്ങ തോരനൊക്കെ വയ്ക്കാം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. താങ്ക് യു.